ഇന്ത്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ ശക്തിയായ S-400 ട്രയംഫ് എന്ന പ്രതിരോധ സംവിധാനം 2018 ഇന്ത്യ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കി. $535 കോടി ഇടപാട്, അതായത് 40,000 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇന്ത്യ റഷ്യ ആയുധ കരാർ. ഈ കരാറിലെ ഭീമമായ തുക കേട്ടപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. നമ്മുടെ രാജ്യം സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുകയും DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പോലുള്ളവ ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ പോരെ എന്ന ചോദ്യം ഉയരുകയുണ്ടായി. പിന്നെ എന്തിനാണ് റഷ്യയിൽ നിന്ന് ഇത്രയും തുക കൊടുത്ത് ഈ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതെന്ന ന്യായമായ സംശയവും ചോദ്യവും ഉയർന്നു. ഇതിനുള്ള മറുപടിയും ഉത്തരവും ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഇന്ത്യ ശക്തവും വ്യക്തവും കൃത്യവുമായി തടഞ്ഞതിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടി. എന്തിന് S-400 ട്രയംഫ് വാങ്ങി എന്നതിൻ്റെ ഉത്തരമായി ഇത് മാറി. ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അധികം പോറിനു പോലും കേടുപാടുകളും ഇല്ലാതെ ഇന്ത്യക്ക് പാകിസ്ഥാൻ തൊടുത്ത ആയുധങ്ങളെ നിഷ്ഫലമാക്കി കളഞ്ഞത്. അതുകൊണ്ട് S-400 എന്താണെന്നും അതിൻ്റെ കഴിവുകൾ എത്രത്തോളം ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് വെറും മിസൈൽ സംവിധാനമല്ല, മറിച്ച് ആകാശത്ത് ഒരു ഉരുക്കുകോട്ട തീർത്ത് ഇന്ത്യയെ സംരക്ഷിക്കുന്നു. ഈ പ്രതിരോധ സംവിധാനം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. 2016 റഷ്യയുമായി ചർച്ചകൾ നടത്തി 2018 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 5 S-400 വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചു. 2021 ഡിസംബറിൽ ഇതിൻ്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യക്ക് ലഭിച്ചു. ഈ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന അതിതന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ വിന്യസിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ 5 S-400 വാങ്ങിയതിൽ റഷ്യ നമുക്ക് ഇതുവരെ 3 എണ്ണം ആണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. 2026 ബാക്കി 2 എണ്ണം കൂടി റഷ്യ നമുക്ക് നൽകും. എന്നാൽ സ്വന്തമായി വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിക്കുകയും ഈ S-400 അതിൽ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇവ റഷ്യയ്ക്ക് യുദ്ധമുഖത്തെ വീരനാണ്. ഇവനെ ചൈനയും വാങ്ങിയിട്ടുണ്ട്. ചൈനയ്ക്ക് സ്വന്തമായി വ്യോമ പ്രതിരോധത്തിനോടൊപ്പം S-400 ഉപയോഗിക്കുന്നു. റഷ്യയ്ക്ക് 2007 മുതൽ ഇവ ഉണ്ട്. എന്നാൽ ചൈന 2018 ഇത് സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ ചൈന പാകിസ്ഥാന് കൊടുത്തത് അവർ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അതാണ് നമ്മൾ പുഷ്പം പോലെ തകർത്ത് കളഞ്ഞത്. S-400 സവിശേഷത 40 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ, അതിൽ കൂടുതൽ 600 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ നിന്ന് വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും മറ്റും ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇവൻ്റെ കഴിവ്. അതുകൊണ്ട് നമ്മൾ വിന്യസിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പ്രത്യേകതകൾ അനുസരിച്ച് ശത്രു രാജ്യത്തിൽ നിന്ന് വളരെ അകലെ നിന്ന് വരുന്ന ഡ്രോണുകൾ, മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ വരെ തകർക്കാൻ S-400 സാധിക്കും. പിന്നെ ഇവയെ ആക്രമിക്കാതിരിക്കാൻ വലിയ ട്രക്കുകളിൽ പിടിപ്പിച്ചിരിക്കുന്നതിനാൽ ഇവ മിസൈൽ തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് 10-15 മിനിറ്റിനുള്ളിൽ മാറ്റി സ്ഥാപിച്ച് ആക്രമണത്തിന് വീണ്ടും തയ്യാറെടുക്കും. അതുകൊണ്ട് ശത്രുക്കൾക്ക് S-400 ടാർഗറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ശത്രു രാജ്യങ്ങൾ ഇവയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്കും S-400 അവിടെ നിന്ന് മാറിപ്പോയിരിക്കും. അതുപോലെ S-400 ഇന്ത്യയുടെ സ്വന്തം വ്യോമ പ്രതിരോധ ശൃംഖലയുമായി ഇൻ്റർഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് വിവിധ പ്രതിരോധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് കൂടുതൽ ശക്തമായ വ്യോമ പ്രതിരോധം സൃഷ്ടിക്കുന്നു. S-400 കേവലം ഒരു മിസൈൽ വിക്ഷേപണിയല്ല, സങ്കീർണമായ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പ്രതിരോധ ശൃംഖലയാണ്. വലിയ ട്രക്കുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന S-400 യൂണിറ്റിൽ 4 വലിയ കുഴലുകൾ ഉണ്ടായിരിക്കും. ഇതിൽ വ്യത്യസ്ത ദൂരപരിധിയിലുള്ള മിസൈലുകൾ ലോഡ് ചെയ്തു വയ്ക്കാം. ഇതിലുള്ളവയിൽ 40 കിലോമീറ്റർ മുതൽ ഉപയോഗിക്കുന്ന ഷോർട്ട് റേഞ്ച് മിസൈലും 120 കിലോമീറ്റർ വരെ പോകുന്ന മീഡിയം റേഞ്ച് മിസൈലും ഉൾപ്പെടുന്നു. ഇവ രണ്ടും നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെ തകർക്കുന്നു. ഇനി 200 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയുള്ള ദൂരത്തേക്ക് പോകുന്ന ലോങ് റേഞ്ച് മിസൈലും ഇതിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വെരി ലോങ് റേഞ്ച് മിസൈൽ ഇതിൽ ഉപയോഗിക്കുന്നു. ഇത് 400 കിലോമീറ്റർ ദൂരം മുതൽ
600 കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവ വരെ ഇത് നശിപ്പിക്കുന്നു. ഇവയ്ക്ക് ശത്രു രാജ്യങ്ങളിലെ റഡാർ സിസ്റ്റത്തെയും അവിടുത്തെ സൈനിക വിമാനങ്ങളെയും മറ്റും തകർക്കാൻ സാധിക്കും. S-400 മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ അതിപവറുള്ള റഡാറാണ്. ബിഗ് ബേർഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരേ സമയം 600 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള 300ഓളം ലക്ഷ്യസ്ഥാനങ്ങളെ നിർണ്ണയിക്കാൻ സാധിക്കും. ഇവ നൽകുന്ന കമാൻഡുകൾ ഫയർ കൺട്രോൾ റഡാറിലെത്തി മിസൈലുകൾക്ക് കൃത്യമായ ദിശ മനസ്സിലാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈലുകളെ എത്തിക്കുകയും ചെയ്യുന്നു. ഇടത്തരം ദൂരത്തേക്ക് ലക്ഷ്യം വയ്ക്കാനും മറ്റു റഡാറുകൾ കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളെ കണ്ടുപിടിക്കാനും സഹായിക്കുന്ന ഫ്ലാപ്പ് ലിഡ് എന്ന റഡാർ യൂണിറ്റും S-400 ഉണ്ട്. മലയിടുക്കുകളുടെയും മരങ്ങളുടെ ഇടയിലൂടെയും താഴ്ന്നു പറന്നു വരുന്ന മിസൈലുകളെയും ഇവ കണ്ടെത്തി നശിപ്പിക്കും. താഴ്ന്നു പറന്നു വരുന്ന ഹെലികോപ്റ്റർ പോലെയുള്ളവ ഹൈ മാസ്റ്റ് റഡാർ സംവിധാനം കണ്ടുപിടിക്കുന്നു. ഇവയെല്ലാം യോജിപ്പിക്കാൻ ഇതിനുള്ളിൽ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റും ഉണ്ട്. ഈ വലിയ വാഹനത്തിനുള്ളിൽ ഉള്ള ഈ റൂമിലിരുന്നാണ് ഓപ്പറേറ്റർമാർ ശത്രു രാജ്യത്തിൻ്റെ ആക്രമണങ്ങളെ തിരിച്ചറിയുന്നത്. ഏത് മിസൈൽ എവിടെ ഉപയോഗിക്കണം, ശത്രു രാജ്യത്തിൻ്റെ മിസൈൽ എപ്പോൾ നമ്മുടെ അതിർത്തിയിൽ എത്തും എന്നും മറ്റും ഇവിടെ ഇരുന്ന് നിർണ്ണയിക്കുന്നു. ഇവിടെ ഇരുന്നു തന്നെ നമ്മുടെ അതിർത്തിയിൽ എത്തിയിരിക്കുന്ന വിമാനം മറ്റും സ്വന്തം രാജ്യത്തിൻ്റേതാണോ ശത്രു രാജ്യത്തിൻ്റേതാണോ എന്ന് നിർണ്ണയിച്ച് അറ്റാക്ക് നടത്തുന്നു. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് 2 മിസൈൽ വിടുന്നു. ഒന്നിന് പിഴവ് പറ്റിയാൽ മറ്റൊന്ന് അതിനെ തകർക്കും. ഇതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ നടക്കും. അങ്ങനെ ചെയ്ത് അപ്പോൾ വാഹനം അടുത്ത സ്ഥലത്തേക്ക് മാറും. S-400 കരുത്ത് യുദ്ധഭൂമിയിൽ പല രീതിയിലാണ് പരീക്ഷിക്കപ്പെടുന്നത്. അടുത്തുള്ളവ, ദൂരെയുള്ളവ, താഴ്ന്നു പറക്കുന്നവ, ഉയരത്തിലൂടെ പറക്കുന്നവ എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഭീഷണികളെയും ഒരേ സമയം തകർക്കാനും നേരിടാനും സാധിക്കുന്നു. S-400 ഇന്ത്യയുടെ എല്ലാ ആയുധങ്ങളുമായുള്ള ഡാറ്റയുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കാം. മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അടുത്ത് ലോഡ് ചെയ്യാൻ അരമണിക്കൂർ സമയമെടുക്കും. ഒരേ സമയം 36 ലക്ഷ്യസ്ഥാനത്തേക്ക് ലക്ഷ്യം വയ്ക്കാനും തൊടുത്തു കഴിഞ്ഞാൽ മിസൈലുകളെ വഴിതിരിച്ചു വിടാനും സാധിക്കും. ഇസ്രായേലിൻ്റെ അയൺ ഡോൺ പോലെ അതിനേക്കാൾ കൂടുതലായോ വ്യോമ പ്രതിരോധ മേഖലയിൽ S-400 പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ പാർട്സുകൾ ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യുന്നു. റഷ്യ ഇപ്പോൾ S-500 സിസ്റ്റം